ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. വിമാനത്തിന്റെ ക്യാബിനകത്ത് കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. അതേസമയം BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ 4 വിദ്യാർത്ഥികൾ മരിച്ചെന്ന് ജൂനിയർ ഡോക്ടേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. 20 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഹോസ്റ്റലിൽ താമസിച്ച ഡോക്ടേഴ്സിന്റെ കുടുംബാംഗങ്ങളായ 4 പേരും അപകടത്തിൽ കൊല്ലപ്പെട്ടു. മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് 21 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. जो 12 जून को जो प्लेन क्रैश की दुर्घटना सिविल हॉस्पिटल में हुए उसके बारे में मैं अभी बताना चाहूँगा कि उसमें 4 मेडिकल स्टूडेंट की दुखद मृत्यु हुई है और उसके अलावा जो रिलेटिव थे सुपर स्पेशलिस्ट के रेसिडेंट डॉक्टर थे उनके रिलेटिव के साथ टोटल डेथ अंक 9 है और 20 स्टूडेंट को इधर एडमिट किया गया था, जिसमें से 11 को डिस्चार्ज कर दिया गया और जो भी स्टूडेंट अंडरगोइंग ट्रीटमेंट है वो अभी स्टेबल है, आउट ऑफ डेंजर है. അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ഭാഗങ്ങൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഇപ്പോൾ നീക്കുകയാണ്. ക്രെയിൻ ഉപയോഗിച്ചാണ് അവശിഷ്ടങ്ങൾ മാറ്റുന്നത്. വിഷ്ണു സുരേഷ് ഒപ്പം ശ്രീനാഥ് ചന്ദ്രനും വിവരങ്ങൾ നൽകും. വിഷ്ണു, ഇന്ന് ഒരു മൃതദേഹം കൂടി അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ക്യാബിനിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ആ മൃതദേഹം കണ്ടെത്തിയത് എന്ന വിവരമാണ് അവിടെ നിന്ന് വരുന്നത്. ഇന്നത്തെ മറ്റ് വിശദാംശങ്ങൾ ഈ പകലിൽ ഇതുവരെ എന്തൊക്കെയാണ് ഈ ദുരന്ത ഭൂമിയിൽ നടന്നത്? എന്തൊക്കെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ വിഷ്ണുവിന് നൽകാൻ കഴിയും അവിടെ നിന്ന്? ഞാനിപ്പോൾ ഉള്ളത് ഈ അപകടം നടന്ന ഹോസ്റ്റലിന് ഏകദേശം ഒരു 50 മീറ്റർ തൊട്ടടുത്തുള്ള മറ്റൊരു വീടിന് മുകളിലാണ്. ഇന്ന് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ക്രെയിൻ ഉപയോഗിച്ച് ഈ വിമാനത്തിൻ്റെ ഒരു ഭാഗം, ഏറ്റവും ബാക്കിലെ ഭാഗം ഇപ്പോഴും ആ ഹോസ്റ്റലിൻ്റെ മുകളിലത്തെ നിലയിൽ ഇരിക്കുകയാണ്. അത് ഉയർത്താനുള്ള ശ്രമമാണ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാൻ പോകുന്നത്. അതിനായി 2 വലിയ ക്രെയിനുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം ഒരു 2 മണിയോടുകൂടി അല്ലെങ്കിൽ 1:30 ഇതിൻ്റെ പരിശ്രമങ്ങൾ ആരംഭിക്കുമെന്ന് ലഭിക്കുന്ന വിവരം. ഇന്ന് ഈ പ്രദേശത്ത് തന്നെ, അതായത് ഹോസ്റ്റലിനകത്ത് തന്നെ നിലവിലൊരു മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. ആ ക്യാബിനോട് ചേർന്ന്, അതായത് വിമാനത്തിന്റെ ക്യാബിനോട് ചേർന്നാണ് മൃതദേഹം ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഒരു സ്ത്രീയുടേതാണെന്ന് പ്രാഥമികമായി ഇവർ ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതൊരു എയർ ഹോസ്റ്റസിൻ്റെതാകാം എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും അതോടൊപ്പം തന്നെ മറ്റ് ഏജൻസികളുടെയും ഒക്കെ പരിശോധന ഈ മേഖലയിലുണ്ട്. അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ പരിശോധന തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി ഈ വിമാനത്തിന്റെ അവശിഷ്ടം ഇവിടെ നിന്ന് ഉയർത്തി അതിവിടെ നിന്ന് മാറ്റാനുള്ള നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ കെട്ടിടം വലിയ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ഏത് സമയത്തും അത് ഇടിഞ്ഞു വീഴാറായ നിലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഫ്ലൈറ്റിന്റെ കൂടി വെയിറ്റ് അതിൽ താങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് സംഭവിക്കുക, അത് വലിയ അപകടങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ കെട്ടിടത്തിനും പ്രദേശത്തിനൊക്കെ സുരക്ഷ നൽകുന്നുണ്ട്. മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുമുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ജീവന് തന്നെ ഒരു വലിയ വെല്ലുവിളിയായ കെട്ടിടം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ഫ്ലൈറ്റിന്റെ അവശിഷ്ടം അവിടെ കിടക്കുന്നു. അതുകൊണ്ടാണ് ഇത് ഈ BJ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടേഴ്സ് താമസിച്ച ഹോസ്റ്റൽ കെട്ടിടം തന്നെയാണല്ലോ. അതിലല്ലേ ഈ വിമാനത്തിന്റെ ഒരു ഭാഗം ഇപ്പോഴും ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നത് അല്ലേ? വിജയകുമാർ, അതെ, ഈ അപകടം നടന്ന സ്ഥലം, അതായത് അവരുടെ മെസ്സ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ അവർ ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. അതിന് ചുറ്റുമായി 2 ഹോസ്റ്റലുകളുണ്ട്. ആ 2 ഹോസ്റ്റലുകൾക്കും ഈ അപകടത്തിന്റെ ആഘാതം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഒരു ഭാഗം, അതായത് ഈ വിമാനത്തിന്റെ പിറകുവശം ഈ ഭക്ഷണം കഴിക്കുന്ന ക്യാൻറ്റീനിലെ മുകളിലത്തെ നിലയിൽ പതിഞ്ഞുപോയി. മറ്റൊരു ഭാഗം, അതിന്റെ മുൻവശത്തെ ഭാഗം തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയും അത് നിലത്തേക്ക് വീഴുകയുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. ആ അപകടത്തിന്റെ അവശിഷ്ടമായ വിമാനത്തിന്റെ പകുതി കഷ്ണം ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്. അത് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് ദൃശ്യങ്ങളിൽ കാണുന്ന 2 ക്രെയിന് ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ആ ക്രെയിൻ അതിനകത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്, ആ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ അവിടെ നിന്ന് ഉയർത്തും. അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നിലവിൽ അത് ലഞ്ച് ബ്രേക്കിന്റെ ഭാഗമായി നിർത്തിയിരിക്കുകയാണ്, അവർ പോയിരിക്കുകയാണ്. അതിനുശേഷം വന്ന ശേഷമായിരിക്കും ബാക്കി ഉയർത്തുന്ന നടപടിയിലേക്കൊക്കെ കടക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റുക, അത് ശാസ്ത്രീയ പരിശോധനയ്ക്കടക്കം വിധേയമാക്കേണ്ടത് കൂടിയുണ്ട്. വിജയകുമാർ. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് അഹമ്മദാബാദിലെ BJ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ കെട്ടിടത്തിനകത്തേക്ക് ഇടിച്ചു കയറി ആ വിമാനത്തിന്റെ ഒരു ഭാഗം ആ കെട്ടിടത്തിൽ തന്നെ തങ്ങി നിൽക്കുകയാണ്. അത് അവിടെ നിന്നും മാറ്റുകയാണ്. വളരെ ശ്രമകരമായ ദൗത്യമാണ്. ക്രെയിനുകളൊക്കെ എത്തിച്ചാണ് അത് മാറ്റുന്നത്. വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ അന്വേഷണത്തിൽ നിർണായകമാണ് അതിന്റെ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഒപ്പം ആ കെട്ടിടത്തിന് ബലക്ഷയമുണ്ട്. അത് വീണ്ടും ഒരു അപകടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അത് മാറ്റേണ്ടതുണ്ട്. അതിനുള്ള ദൗത്യമാണ് ഇപ്പോൾ
പുരോഗമിക്കുന്നത്. അത് വലിയ യന്ത്രസാമഗ്രികളൊക്കെ കൊണ്ടുവന്ന് അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ മെഡിക്കൽ കോളേജിലെ 4 വിദ്യാർത്ഥികൾ മരിച്ചു എന്നാണ് പറയുന്നത്. അവിടെ 21 മൃതദേഹം കണ്ടെത്തി എന്നാണ് ഇപ്പോൾ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ പ്രതിനിധി അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ആ ഡോക്ടർ അവിടുത്തെ കുട്ടികളുടെ ബന്ധുക്കളിൽ ചിലരും ഈ അപകടത്തിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇനി ആരെയും കാണാനില്ല എന്ന പരാതി ഇപ്പോഴില്ല, അവരെ പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ ലഭിച്ചു. അപ്പോൾ അത്രയും ഇനിയിപ്പോൾ ആ നിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല. ഇതുവരെ വന്നതിനപ്പുറത്തേക്ക് കൂടുതൽ വലിയ അപകടങ്ങൾ ഉണ്ടായി എന്ന തരത്തിലുള്ള വിവരങ്ങൾ അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴല്ലേ? തീർച്ചയായും വിജയകുമാർ, ഹോസ്റ്റലിൽ എത്ര പേരുണ്ടായിരുന്നു, അതിൽ എത്ര പേരെ ഇനി കാണാനുണ്ട് എന്നതടക്കമുള്ള സംശയങ്ങളുണ്ടായിരുന്നു. എത്ര ഡോക്ടർമാർ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളൊക്കെ തന്നെ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. ആ അവ്യക്തത നീക്കുന്നതാണ് ഇപ്പോൾ ജൂനിയർ ഡോക്ടർമാരുടെ സംഘടന, അവരുടെ അസോസിയേഷൻ്റെ പ്രധാനികൾ ഇവിടെ എത്തിയപ്പോൾ ഒരു മാധ്യമങ്ങളെ കണ്ട് ആ കാര്യങ്ങൾ വിശദീകരിച്ചു. അവർ പറയുന്നത് ഹോസ്റ്റലിൽ നിന്ന് 21 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. അതിൽ 9 പേർ ഹോസ്റ്റലിൽ തന്നെ ഉള്ളവർ, അതായത് ഈ ഡോക്ടർമാരും ഡോക്ടർമാരുടെ ബന്ധുക്കളുമൊക്കെയാണ്. അതിൽ 4 പേരാണ് MBBS വിദ്യാർത്ഥികൾ. ശേഷിച്ച മരിച്ച ആളുകൾ ഇവിടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ബന്ധുക്കൾ താമസിച്ചിരുന്നു. അവരാണ് ഈ ശേഷിച്ചവർ, ഈ മരിച്ച ആളുകൾ. ഒപ്പം തന്നെ ഒരു ഡോക്ടറുടെ ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റവിടെ ചികിത്സയിലുണ്ട്. 20 പേരെയാണ് ഈ ഹോസ്റ്റലിൽ നിന്ന് പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്നു. അതിൽ 12 പേർ ആശുപത്രി വിട്ടു എന്നൊരു കണക്കും അവർ പറയുന്നുണ്ട്. 8 പേർ അങ്ങനെയാണെങ്കിൽ ചികിത്സയിൽ ഉണ്ടാവണം. പക്ഷേ ഇന്നലെ രാവിലെ ഇവിടെ പതിച്ച ഒരു ബോർഡ് എനിക്ക് ഇവിടെ കാണാം. ഈ ആശുപത്രിയിൽ എത്തി, അതായത് എമർജൻസി ഈ ക്രാഷ് നടന്ന സ്ഥലത്ത്, ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് എത്തിച്ച ആളുകളുടെ ഒരു എണ്ണം ഇവിടെ ഇങ്ങനെ നൽകിയിട്ടുണ്ട്. അതിൽ അവരുടെ പേര് വിവരങ്ങളും മറ്റുമൊക്കെ കാണാം. സാധാരണ ആളുകൾ, സെക്യൂരിറ്റി, ഇവിടെ കൃഷിപ്പണി, ഹോസ്റ്റലിൽ കൃഷിപ്പണി ചെയ്ത ആളുകൾ, വിദ്യാർത്ഥികൾ, അങ്ങനെ 26 പുരുഷന്മാരും 6 സ്ത്രീകളും, അങ്ങനെ 32 പേർ ഇവിടെ ചികിത്സയിലെത്തിയ ഒരു കണക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. ഏതായാലും ഇതും ഒരു അന്തിമ കണക്കല്ല. അത് ഇന്നലെ രാവിലെ 5 മണിക്കാണ് അവസാനമായി ഈ കണക്ക് അപ്ഡേറ്റ് ചെയ്തത്. പിന്നീട് അത് പുതുക്കിയിട്ടുമില്ല. ഏതായാലും 4 ഡോക്ടർമാർ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അതായത് കൂടുതൽ പേർ ഡോക്ടർമാർ മരിച്ചു എന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാരുടെ സംഘടനകൾ ഇപ്പോൾ തള്ളുകയാണ്. വിജയകുമാർ. യെസ്, അതിൽ കുറെ കൂടി ഒരു വ്യക്തത ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീനാഥ് സൂചിപ്പിച്ചതുപോലെ എത്ര പേരാണ് ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവർ ഈ അപകടത്തിന് ഇരയായത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അവിടുത്തെ ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ സംഘടന പ്രതിനിധികൾ തന്നെ അതിൽ കണക്കൊക്കെ പരിശോധിച്ച് അവരൊരു വ്യക്തത വരുത്തി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ സംഭവിച്ചത് ഒരു മൃതദേഹം കൂടി ആ വിമാനത്തിൻ്റെ ക്യാബിനിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി എന്നതാണ്. ഇപ്പോൾ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കുകയാണ്. ഇനി അതിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്, അതുകൂടി പരിശോധിക്കുകയാണ്. അതാണ് ഏറ്റവും ഒടുവിൽ അഹമ്മദാബാദിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കുവയ്ക്കുന്ന വിവരം. വിമാന അപകടത്തിൽ മരിച്ചവരുടെ DNA പരിശോധനാ നടപടികൾ അഹമ്മദാബാദിൽ അതിവേഗം പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ രാവിലെ അഹമ്മദാബാദിലെ എത്തി DNA സാമ്പിൾ നൽകി. അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് DNA സാമ്പിൾ നൽകാനായി വിപുലമായ സൗകര്യമാണ് അഹമ്മദാബാദിലെ BJ ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നത്. 100-ലേറെ പേരുടെ സാമ്പിൾ ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞു. രാവിലെ 6 മണിയോടെയാണ് അപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലേക്ക് എത്തിയത്. വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ ജീവനക്കാർ സഹായത്തിനായി എത്തിയിരുന്നു. അഹമ്മദാബാദിലെ മലയാളി സമാജവും സഹായത്തിനുണ്ട്. വിമാനത്താവളത്തിൽ നിന്ന് നേരെ BJ മെഡിക്കൽ കോളേജിലെത്തി സാമ്പിൾ കൈമാറി. അപകടത്തിൽ 4 MBBS വിദ്യാർത്ഥികൾ മാത്രമാണ് മരിച്ചതെന്ന് വിദ്യാർത്ഥികളുടെ അസോസിയേഷൻ ഇന്ന് പറഞ്ഞു. उसमें 4 मेडिकल स्टूडेंट की दुखद मृत्यु हुई है और उसके अलावा जो रिलेटिव थे, सुपर स्पेशलिस्ट के रेसिडेंट डॉक्टर थे, उनके रिलेटिव के साथ टोटल डेथ के 9 है और 20 स्टूडेंट को इधर एडमिट किया गया था, जिसमें से 11 को डिस्चार्ज कर दिया गया. ഡോക്ടർമാരുടെ കുടുംബാംഗങ്ങളായ 4 പേരും മരിച്ചവരിലുണ്ട്. ഒരു ഡോക്ടറുടെ ഭാര്യ പരിക്കുകളോടെ ചികിത്സയിലാണ്. DNA പരിശോധന ഫലം ലഭിക്കാൻ 72 മണിക്കൂറെങ്കിലും എടുക്കുമെന്നതാണ് കണക്ക്. പക്ഷേ വേഗത്തിൽ തന്നെ ഫലം ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് ആശുപത്രി അധികൃതർ. BJ മെഡിക്കൽ കോളേജിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. അഹമ്മദാബാദ് വിമാന ദുരന്തം അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഉന്നതാധികാര സമിതി രൂപീകരിച്ച വ്യോമയാന മന്ത്രാലയം. ഭാവിയിൽ സമാന അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വിമാന കമ്പനികൾക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ സമിതി ശുപാർശ ചെയ്യും. അപകടം നടന്ന സ്ഥലത്ത് വിവിധ ഏജൻസികൾ പരിശോധന നടത്തുകയാണ് ഇപ്പോഴും. നിലവിൽ അന്വേഷണം നടത്തുന്ന ഏജൻസികളുമായി സഹകരിച്ചാകും ഉന്നതാധികാര സമിതിയുടെ അന്വേഷണം.
ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായ സമിതിയിൽ വ്യോമയാന സെക്രട്ടറി, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി, ഗുജറാത്ത് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥൻ, ദുരന്ത നിവാരണ അതോറിറ്റി, വ്യോമസേനാ പ്രതിനിധികൾ, അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ എന്നിവർ ഉണ്ടായിരിക്കും. ബ്ലാക്ക് ബോക്സിൽ നിന്ന് കണ്ടെത്തുന്ന വിവരങ്ങളും സമിതി വിശദമായി പരിശോധിക്കും. അപകട ദിവസം എയർ ട്രാഫിക് കൺട്രോൾ സെന്ററിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴിയും രേഖപ്പെടുത്തും. വിമാനം പറന്നുയരുന്നതിന് മുൻപ് നടത്തേണ്ട പരിശോധനകൾക്ക് പുതിയ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും സമിതി ശുപാർശ ചെയ്യും. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. To understand what went wrong, because so many lives have been lost, it is extremely important. I think it is being investigated. I am sure that the investigating agencies will, in the next few days, enlighten the nation as to what happened. And then, in the future, whatever corrective measures need to be taken will be taken. ഇതുവരെ നടന്ന അന്വേഷണ പുരോഗതി വിലയിരുത്താൻ വ്യോമയാന മന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗവും ചേർന്നു. DGCA ഡയറക്ടർ ജനറൽ, എയർപോർട്ട് അതോറിറ്റി ഉദ്യോഗസ്ഥരടക്കം യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണവും തുടരുകയാണ്. സംഘം ഇന്നും സ്ഥലത്ത് പരിശോധന നടത്തി. NDRF, NST, FSL, DGCA, CISF, വ്യോമസേന, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. UK, US, ബോയിംഗ് വിമാന കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരും ഇന്ത്യയിലെത്തും. 24 ഡൽഹി. വിമാനാപകടത്തിൽ വിറങ്ങലിച്ച് അഹമ്മദാബാദിലെ മേഘാനി നഗർ. 30 സെക്കൻഡിൽ വിമാനം ഒരു തീഗോളമായി മാറിയെന്ന് പ്രദേശവാസികൾ 24-നോട് പറഞ്ഞു. അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് പലരും. വിമാനാപകടം നടന്ന PG ഹോസ്റ്റലിലെ 100 മീറ്റർ ഇപ്പുറത്ത് ജനവാസ മേഖലയാണ്. ആളുകൾ തിങ്ങിപ്പാർക്കുന്നിവിടം. അവിടുത്തെ ഒരു വീടിന് മുകളിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ആ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ ഭയാനകം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു വാക്കുമില്ല ഈ അപകടത്തെ വിശേഷിപ്പിക്കാൻ. ഓരോ മണിക്കൂറും മേഘാനി നഗറിന് മുകളിലൂടെ വിമാനങ്ങൾ പറന്നുയരാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്വപ്നത്തിൽ പോലും അവർ ഇങ്ങനെയൊരു വിമാന ദുരന്തം പ്രതീക്ഷിച്ചിരുന്നില്ല. വിമാനം ഇടിച്ചിറങ്ങിയ ഹോസ്റ്റലിന് സമീപം താമസിക്കുന്ന മനുഷ്യർ അപകടത്തെക്കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെ. पेड़ उड़ने के बाद तुरंत ही वो नीचे की साइड में आया और ठीक मेरे ब्लॉक के ऊपर से ही जाता हुआ सीधा ये पहले इस पेड़ से टकराया, दिस वन, ये पेड़ से टकराया. फिर उसके बाद ये पानी की टांकी हुआ करती थी, इससे टकराया. यहाँ पे ये पेड़ है, इससे टकराया. फिर नीम का पेड़ और सामने वो वाला पेड़, उस सबसे टकराते हुए सीधा का सीधा बिल्डिंग के अंदर लैंड किया और जिसके कारण उसका आगे वाला भाग टूट गया. टूटते ही वो आगे की साइड चला गया, ग्राउंड पे चला गया. സമീപത്തെ ചില വീടുകൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ആശങ്കയുടെ നാളുകളാണ് ഇനി അവർക്ക്. അപകടത്തിൽ മരിച്ചവർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നതുപോലെ ആഘാതം പേറുന്ന മനുഷ്യർക്കും സഹായങ്ങൾ ലഭ്യമാക്കണം. വിമാനാപകടത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഈ പ്രദേശവാസികൾ മുക്തരായിട്ടില്ല. എപ്പോൾ മുക്തരാകുമെന്ന് പറയാനുമാകില്ല. കാരണം അത്രമേൽ പ്രതിസന്ധിയാണ് ഈ വിമാനാപകടം ഈ പ്രദേശത്താകെ വിതച്ചിരിക്കുന്നത്. ആ ഹോസ്റ്റലിൽ മാത്രമല്ല, സമീപ പ്രദേശത്തെ വീടുകൾക്കും വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. VS രാഹുലിനൊപ്പം അഹമ്മദാബാദിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷം. ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകി ഇറാന്റെ മിസൈൽ ആക്രമണം. ടെൽ അവീവിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 60ഓളം പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ ആക്രമണത്തിൽ 78 പേർ കൊല്ലപ്പെട്ടെന്ന് ഇറാൻ അറിയിച്ചു. അതിനിടെ ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്തെത്തി. ഇസ്രയേലിനെ മുട്ടുകുത്തിക്കുമെന്ന ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന് പേരിട്ട പ്രത്യാക്രമണം ആരംഭിച്ചത്. ഇസ്രയേലിന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ തിരിച്ചടി. ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ ഉൾപ്പെടെ 150ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചതായാണ് റിപ്പോർട്ട്. ജെറൂസലേമിലും തെക്കൻ തുറമുഖ നഗരമായ എലാറ്റിലും അപായ സൈറൺ മുഴങ്ങി.
ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം പ്രധാന നഗരങ്ങളിൽ നിന്ന് ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചു. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 60ഓളം പേർക്ക് പരിക്കേറ്റു. രാജ്യതലസ്ഥാനത്തെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിന് സമീപം തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടുണ്ട്. ടെൽ അവീവിന് മുകളിൽ കടുത്ത പുകപടലങ്ങൾ ഉയരുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇറാൻ തൊടുത്ത മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടു. സാധാരണക്കാർക്കു നേരെയുള്ള പ്രകോപനത്തിന് കനത്ത മറുപടി നൽകുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും ബങ്കറിനുള്ളിലാണെന്നാണ് സൂചന. ഇറാനിലെ ടെഹ്റാൻ വിമാനത്താവളത്തിൽ സ്ഫോടനങ്ങളുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി മുറുകുന്നതിനിടെ ചേർന്ന അടിയന്തര UN സുരക്ഷാ കൌൺസിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി. വിഷയത്തിൽ സംയമനം പാലിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് 24. ഇറാനും ഇസ്രായേലും പോരടിക്കുമ്പോൾ ആശങ്കയിലാണ് വിപണികളും നിക്ഷേപകരും. അനിശ്ചിതത്വവും എണ്ണ വിതരണം തടസ്സപ്പെടുമോ എന്ന ആശങ്കയും ക്രൂഡ് വില കൂടാനിടയാക്കി. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം കുതിക്കുമ്പോൾ സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് വീണ്ടും 74,000 രൂപ കടന്നു. യുദ്ധമങ്ങ് പശ്ചിമേഷ്യയിലാണെങ്കിലും അതിന്റെ പ്രത്യാഘാതം ലോകമൊട്ടാകെ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വിദഗ്ധർ. ആഗോള വിപണികൾ ചാഞ്ചാട്ടത്തിലാണ്. ഇറാൻ യുദ്ധത്തിലേക്ക് കടന്നതാണ് ആശങ്ക കൂട്ടിയത്. സംഘർഷം മൂർച്ഛിച്ചാൽ എണ്ണ ഉൽപാദകരായ ഇറാനിലെ എണ്ണക്കിണറുകൾ നശിപ്പിക്കപ്പെടുമെന്നും എണ്ണ വിതരണം തടസ്സപ്പെടുമെന്നുമുള്ള ഭയം ക്രൂഡ് വില കയറാനിടയാക്കി. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് 8% കൂടി $80 പ്രശ്നപരിഹാരമായില്ലെങ്കിൽ ക്രൂഡ് വില വീണ്ടും $100 കടക്കുമെന്നാണ് പ്രവചനം. അങ്ങനെ വന്നാൽ പെട്രോളിനും ഡീസലിനും മറ്റെല്ലാ അവശ്യ സാധനങ്ങൾക്കും വില കൂടും. സംഘർഷ പശ്ചാത്തലത്തിൽ സ്വർണ്ണവിലയും കൂടി. രാജ്യാന്തര തലത്തിലെ വിലക്കുതിപ്പിന്റെ ചുവട് പിടിച്ച് സംസ്ഥാനത്ത് പവന് 200 രൂപയും ഗ്രാമിന് 25 രൂപയുമാണ് കൂടിയത്. പവന് 74,560 രൂപയിലും ഗ്രാമിന് 9,320 രൂപയിലുമാണ് വ്യാപാരം. അനിശ്ചിതത്വം തുടർന്നാൽ വിപണികളിൽ വലിയ പ്രതിഫലനമുണ്ടാകുമെന്ന് വിദഗ്ധർ പറയുന്നു. ബിസിനസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 5 ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 3 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. അലക്സ് ഷാ മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, എന്താണ് ഏറ്റവും ഒടുവിൽ വന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നത്? സംസ്ഥാനത്ത് മഴ അടുത്ത 2-3 ദിവസം കനത്ത തോതിൽ തുടരും എന്നാണല്ലേ? വിജയകുമാർ, തീർച്ചയായും. അതായത് ഇന്നു മുതൽ അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതിന്റെ പ്രധാന കാരണമായി പറയുന്നത്, ഒന്ന്, ഈ ബംഗാൾ ഉൾക്കടലിൽ ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ സ്വാധീനത്തിൽ കേരളത്തിന് മുകളിൽ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നതാണ്. അതുകൊണ്ടാണ് കാലവർഷം സജീവമാകാൻ കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. എല്ലാ ജില്ലകളിലും, അതായത് 14 ജില്ലകളിലും ഈ 5 ദിവസവും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഇന്നും നാളെയും ഒക്കെ വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 5 ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലേർട്ട് വടക്കൻ കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് ഈ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റെഡ് അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിൽ 200 മില്ലിമീറ്ററിന് മുകളിൽ, അതായത് 20 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ സർക്കാർ സംവിധാനങ്ങളടക്കം ആ ജില്ലകളിൽ ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. പൊതുജനങ്ങളും ജാഗ്രത തുടരേണ്ടതുണ്ട്. പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. നാളെ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ 9 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലും തീരമേഖലയിലും ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഈ വിനോദസഞ്ചാരം, ഈ മേഖലകളിലേക്കുള്ള വിനോദസഞ്ചാരം ഒഴിവാക്കണം. പ്രത്യേകിച്ച് മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര പലയിടങ്ങളിലും നിരോധിച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ പാലിക്കണമെന്ന് പ്രധാനപ്പെട്ട മുന്നറിയിപ്പായി വരുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, കേരള തീരത്ത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉയർന്ന തിരമാലയ്ക്ക്, അത് 3.5 മീറ്റർ വരെ ഉയരത്തിലെ ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ കടലാക്രമണത്തിനും കടലേറ്റത്തിനും സാധ്യതയുണ്ട്. തീരമേഖലയിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ആ പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. എന്താണെങ്കിലും ശ്രദ്ധിക്കേണ്ട ദിവസമാണ് ഈ വരുന്ന 3-4 ദിവസങ്ങൾ. ജയകുമാർ. യെസ്, അലക്സ് ഷാ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. അലക്സ് സൂചിപ്പിച്ചതുപോലെ അടുത്ത ഒരു 4-5 ദിവസം സംസ്ഥാനത്ത് പരക്കെ വ്യാപകമായി
കനത്ത മഴ പെയ്യും എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വ്യക്തമാക്കുന്നത്. അത് റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒട്ടുമിക്ക ജില്ലകളിലും ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെയുണ്ട്. ഒരുപക്ഷെ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും മഴ തുടരും അടുത്ത 5 ദിവസം. അതാണ് അതിൻ്റെ ചുരുക്കം. സംസ്ഥാനത്ത് കനത്ത മഴയിലും കാറ്റിലും വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. എറണാകുളം കാക്കനാട് സംരക്ഷണ ഭിത്തി തകർന്ന വീട് അപകടാവസ്ഥയിലായി. തിരുവനന്തപുരത്ത് വീടിന്റെ മേൽക്കൂര തകർന്ന റോഡിലേക്ക് വീണു. ഇന്ന് പുലർച്ചെ 4:30 കാക്കനാട് കുഴിക്കാല ജംഗ്ഷനിൽ അപകടമുണ്ടായത്. ഉഗ്രശബ്ദത്തോടെ സംരക്ഷണ ഭിത്തി തകർന്ന് കാർപോർച്ച് ഉൾപ്പെടെ കെട്ടിടത്തിന് പൊട്ടൽ വീഴുകയായിരുന്നു. കാക്കനാട് കുഴിക്കാല സ്വദേശിയായ സാജു ജോസഫിന്റെ വീടാണ് അപകടാവസ്ഥയിലായത്. ശക്തമായ മഴ പെയ്താൽ വീട് നിലംപൊത്താവുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ. ഭയങ്കര ശബ്ദത്തോടുകൂടി സൈഡ് പ്രൊട്ടക്ഷൻ വാൾ ഇടിയുകയും കാർപോർച്ച് എല്ലാം വീടിനും എല്ലാം വിള്ളൽ വീണ് അധികം സീരിയസ് ആയ രീതിയിലാണ് ആ വീടിരിക്കുന്നത്. ഏത് നിമിഷവും നിലംപൊത്താം. തിരുവനന്തപുരം പെരുമാതുറയിലാണ് വീടിന്റെ മേൽക്കൂര തകർന്ന് റോഡിലേക്ക് വീണത്. തിരക്കേറിയ തീരദേശപാതയിലാണ് ശക്തമായ കാറ്റിൽ മേൽക്കൂര നിലം പതിച്ചത്. അപകട സമയത്ത് റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകാത്തത് വൻ ദുരന്തം ഒഴിവാക്കി. പെരുമാതുറ സ്വദേശി സീന റഷീദിന്റെ വീടിന്റെ റൂഫ് ഷീറ്റാണ് തകർന്ന് റോഡിൽ വീണത്. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി ഏറെ നേരത്തിന് ശേഷമാണ് മേൽക്കൂര മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. 24 തിരുവനന്തപുരം. കനത്ത മഴയിൽ കോഴിക്കോട് മാങ്കാവിൽ കെട്ടിടം തകർന്നു വീണു. ആളപായമില്ല എന്നാണ് പ്രാഥമിക നിഗമനം. മിഥില ബാലൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. മിഥില, ഈ വളരെ പഴയൊരു കെട്ടിടമാണെന്ന് നേരത്തെ മിഥില തന്നെ പറഞ്ഞിരുന്നു. അതിൽ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഈ അപകടം നടക്കുമ്പോഴല്ലേ? അതെ വിജയകുമാർ, പഴയ കെട്ടിടമാണ്. ഒരു 5 വർഷത്തോളം ഈ കെട്ടിടം ആരും ഉപയോഗിക്കുന്നില്ല. 11:30യോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. നല്ല മഴയുണ്ടായിരുന്നു, ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് 2 നില കെട്ടിടമാണ്. പക്ഷേ അത് പൂർണ്ണമായും നിലംപൊത്തിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ JCB ഉപയോഗിച്ച് ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും മാറ്റുകയാണ്. ആ സമയത്ത് ഉപയോഗശൂന്യമായ കെട്ടിടമായതുകൊണ്ട് തന്നെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ കെട്ടിടത്തിൻ്റെ അടിവശത്ത് അല്ലെങ്കിൽ സമീപങ്ങളിലുമായി ഒരു 13ഓളം ബൈക്കുകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ബൈക്കുകളെല്ലാം തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ സമീപത്തുള്ള ഒരു ആള് എനിക്കൊപ്പം ചേരുന്നുണ്ട്. രാജേഷ്, എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത്? 11 മണി 11:30 ആ ടൈമിൽ പെട്ടെന്ന് ഇങ്ങനെ ഇടിഞ്ഞു വന്നപ്പോൾ സൗണ്ട് കേട്ടിട്ട് പുറത്തേക്ക് വന്നതാ. അപ്പോൾ ഒരുപാട് ബൈക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു 10, 15, 13 ബൈക്കുകളുണ്ട്. സ്റ്റാഫ് ഇവിടുത്തെ പണിക്കാരും പിന്നെ അവിടെ ഇവിടെയുള്ള ആൾക്കാരും. പെട്ടെന്ന് വന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഓട്ടോറിക്ഷ ഫസ്റ്റ് പിന്നെ പോയി. വേറെ നല്ല പഴക്കമുള്ള കെട്ടിടമാണ്. പഴക്കം കുറേ ഉണ്ട്, പക്ഷെ ഉപയോഗിക്കാത്തായിട്ട് ഒരു 4-5 കൊല്ലം 5 കൊല്ലമായി. മേൽക്കൂര ഇല്ല തോന്നുന്നതിന്. അപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടായിരിക്കും ചിലപ്പോൾ അപകടം സംഭവിച്ചെന്ന് തോന്നുന്നത്. എപ്പോൾ വേണമെങ്കിലും വീഴാനുള്ള ചാൻസ് ഉള്ള കെട്ടിടമാണ്. ഇന്നോ നാളെ എന്നുള്ള വെച്ച് നിൽക്കുന്നു. പക്ഷെ ആളഭയമൊന്നുമില്ല, ഒന്നും സംഭവിച്ചു. ബൈക്കുകൾ 13ഓളം ബൈക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. 13 ബൈക്കുകൾ ഉണ്ടായിരുന്നു. പൂർണ്ണമായി നശിച്ചത് കുറച്ചുണ്ട്, ചില ഭാഗ്യമായ തകരാറുകളും. ഇതാണ് വിജയകുമാർ. നമുക്കിപ്പോൾ ഈ ഒരു ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ JCB ഉപയോഗിച്ച് ഈ അവശിഷ്ടങ്ങളെല്ലാം തന്നെ, തകർന്നു വീണ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും മാറ്റുകയാണ്. നിലവിൽ 13ഓളം ബൈക്കുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ചിലത് കേടുപാടുണ്ടായിട്ടുണ്ട്, ചിലതിന് കേടുപാടില്ല. പഴക്കം ചെന്ന ഒരു കെട്ടിടമാണ്. കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. ഇന്ന് മുതൽ 17-ാം തീയതി വരെ കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. നഗരത്തിലും ഒപ്പം തന്നെ മലയോര മേഖലകളിലെല്ലാം തന്നെ കനത്ത മഴ തുടരുകയാണ്. അങ്ങനെ ഒരു മഴ പെയ്ത 11:30-ക്കാണ് ഇത്തരത്തിൽ ഈ ഒരു കെട്ടിടം തകർന്നു വീണത്. വിജയകുമാർ. യെസ്, മിഥില വിവരങ്ങൾ നൽകുന്നത് കോഴിക്കോട് മാങ്കാവിൽ നിന്നാണ്. അവിടെ ഒരു പഴയ കെട്ടിടം ഈ കനത്ത മഴയിൽ തകർന്നു വീണു. ആളപായമില്ല, പക്ഷേ അതിൽ കുറച്ച് ബൈക്കുകൾ ഉണ്ടായിരുന്നു, 12ഓ 13ഓ ബൈക്ക്. അതിൽ ചിലതൊക്കെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കനത്ത മഴ തുടരുകയാണ് അവിടെ. അപ്പോൾ ആ മഴയിലാണ് ഈ പഴയ കെട്ടിടം തകർന്നു വീണത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ, വിവരങ്ങൾ വരുന്നത് നീറ്റ് UG പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു എന്നതാണ്. അതിലെ മെയ് 4-നാണ് ഈ പരീക്ഷ നടന്നത്. 22.7 ലക്ഷം കുട്ടികൾ എഴുതിയ പരീക്ഷയാണിത്. 4750 സെൻറ്ററുകളിലായി 557 നഗരങ്ങളിൽ നടന്ന പരീക്ഷയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ്. 14 സെൻറ്ററുകൾ രാജ്യത്തിന് പുറത്തുണ്ടായിരുന്നു. അതിൻ്റെ ഫലം ഇപ്പോൾ വന്നിട്ടുണ്ട്. അല്പസമയത്തിനകം നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും. 22.7 ലക്ഷം വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഒരു പരീക്ഷാ ഫലം. ഒരു 4750 സെൻറ്ററുകളിൽ 557 നഗരങ്ങളിൽ എഴുതിയ പരീക്ഷയാണ്. അതിൽ 14 സെൻറ്ററുകൾ രാജ്യത്തിന് പുറത്താണ്. അപ്പോൾ അതിൻ്റെ പരീക്ഷാ ഫലം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അല്പസമയത്തിനകം നമുക്ക് അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് വരാൻ കഴിയും.
മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും കടലാക്രമണ ഭീഷണിയിലാണ് എറണാകുളം ജില്ലയിലെ തീരദേശ ഗ്രാമങ്ങൾ. കണ്ണമാലി, കണ്ടക്കടവ്, ഞാറയ്ക്കൽ മേഖലകളിലാണ് കടൽക്ഷോഭം രൂക്ഷമായിരിക്കുന്നത്. കടൽ ഭിത്തിക്ക് മുകളിലൂടെ വെള്ളം കയറുന്നത് മൂലം പല വീടുകളിലും താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ശക്തമായ കടലാക്രമണം തുടരുന്ന കണ്ണമാലി, ഞാറയ്ക്കൽ മേഖലകളിൽ വീടുകളിലേക്ക് കടൽ കയറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കണ്ണമാലി ചെറിയ കടവ് ഗ്യാസ് ഗോഡൌണിന് സമീപം കടലാക്രമണത്തിൽ വീടിന്റെ മതിൽ തകർന്നു. ഇതോടെ LPG ഗോഡൌണിനകത്തേക്ക് കടൽ വെള്ളം അടിച്ചു കയറുന്ന സ്ഥിതിയാണുള്ളത്. ഞാറയ്ക്കൽ പഞ്ചായത്തിലെ 1-16 വാർഡുകളിലും കടലാക്രമണം രൂക്ഷമാണ്. കടൽ ഭിത്തിക്ക് മുകളിലൂടെ വെള്ളം അടിച്ചു കയറുന്നതാണ് തീരദേശവാസികളെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇതോടെ വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. മഴ മാറി നിൽക്കുമ്പോഴാണ് രൂക്ഷമായ കടലാക്രമണം ഉണ്ടാകുന്നത്. കാറ്റും മഴയും വീണ്ടും ശക്തമാകുമെന്ന് മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ തീരദേശ മേഖലയിൽ കൂടുതൽ ക്രമീകരണങ്ങൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അനന്തുവിനൊപ്പം ശ്യാംകുമാർ, 24 കൊച്ചി. നിലമ്പൂരിൽ വാഹന പരിശോധനാ വിവാദം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ നിലമ്പൂരിലും പരിശോധനാ വിവാദം. ഷാഫി പറമ്പിൽ MPയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും സഞ്ചരിച്ച വാഹനത്തിൽ പരിശോധന നടത്തിയതാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. പരിശോധനയല്ല, അപമാനിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരിച്ചു. മലപ്പുറം ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. മോനാപ്പേട്ടി ഉള്ളു തുറന്നില്ല. MPമാരുടെ വണ്ടി മാത്രം UDFന്റെ മാത്രം. ഇന്നലെ രാത്രി വടപുറത്ത് നടന്ന പരിശോധനയുടെയും തർക്കത്തിന്റെയും ദൃശ്യങ്ങളാണിത്. മെയ് 28 മുതൽ മണ്ഡലത്തിലേക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും അതിർത്തിയായ വടപുറത്ത് വെച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക സ്ക്വാഡ് പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടെ എത്തിയ ജനപ്രതിനിധികളുടെ വാഹനം സംഘം തടഞ്ഞു. ഷാഫി പറമ്പിലാണ് വാഹനം ഓടിച്ചിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഇതിലുണ്ടായിരുന്നു. പെട്ടി പരിശോധിച്ചെങ്കിലും വസ്ത്രങ്ങളും പുസ്തകങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അപമാനിക്കുന്ന രീതിയിലാണ് ഉദ്യോഗസ്ഥർ പെരുമാറിയതെന്ന് ഷാഫി പറമ്പിൽ. പൂർണ്ണമായും ആ പരിശോധനയായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ വണ്ടി നിർത്താതെ പോയിട്ടില്ല, വണ്ടി നിർത്തിയിട്ടുണ്ട്, ഡിക്കി തുറക്കാതിരുന്നിട്ടില്ല, പെട്ടി പുറത്തെടുക്കാതിരുന്നിട്ടില്ല, പെട്ടി തുറക്കാതിരുന്നിട്ടില്ല, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായും ആ സമയത്തൊരു സംശയം തോന്നി. MPയുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു, ഓക്കെ ആയിക്കോട്ടെ. എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ ഒരു വാക്കുപോലുമില്ല, ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു. പെട്ടിയെടുത്ത് വെളി വെക്കാൻ പറയുന്നു, പെട്ടിയെടുത്ത് വെളി വെക്കുന്നു. അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങളവിടെ സൂചിപ്പിക്കാൻ വരണ്ട, അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളും അല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. സർവീസിനുള്ള പാരിതോഷികം നൽകുമെന്ന് ഉദ്യോഗസ്ഥരോട് രാഹുലിന്റെ ഭീഷണി. അതേസമയം ഈ വടപുറത്ത് 24 മണിക്കൂറും വാഹന പരിശോധന നടക്കുന്നുണ്ട്. ജനപ്രതിനിധികളുടെയും നേതാക്കളുടെയും ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ 24-നോട്. സംശയാസ്പദമായ സാഹചര്യത്തിൽ മാത്രമേ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുള്ളൂ. നോർമൽ കണ്ടീഷനിൽ വാഹനം തുറന്ന് പരിശോധിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കും. ഇന്നിപ്പോ രാവിലെ K. രാധാകൃഷ്ണൻ MPയുടെ പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ അബ്ദുൽ വഹാബ് MPയുടെ വാഹനവും പരിശോധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മജിസ്ട്രേറ്റിന്റെ വാഹനം പോയത് പരിശോധിച്ചിട്ടുണ്ട്. മന്ത്രി V. അബ്ദുറഹ്മാന്റെയും PK ബിജുവിന്റെയും ഉൾപ്പെടെയുള്ള വാഹനങ്ങളും പരിശോധിച്ചു. മലപ്പുറം ജില്ലാ കളക്ടർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകി. സാധാരണ പരിശോധനയാണ് നടന്നതെന്നും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ടീം 24 നിലമ്പൂർ. നിലമ്പൂരിലെ പെട്ടി പരിശോധനാ വിവാദം ചർച്ചയാക്കാതെ UDF. പരാതി നൽകാനില്ല എന്ന് ഷാഫി പറമ്പിൽ MP വ്യക്തമാക്കി. വിഷയം ചർച്ചയാക്കാൻ LDF-നും താല്പര്യമില്ല. മറച്ചുവെക്കാനുള്ളവർക്കാണ് പരിശോധനയെ പേടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പാലക്കാട്ടെ നീലപ്പെട്ടിയിൽ നിന്ന് നിലമ്പൂരിലെ പുത്തൻപെട്ടിയിലെത്തുമ്പോൾ ആഞ്ഞുകത്തിയ വിവാദം എരിഞ്ഞടങ്ങുന്ന നിലയിലായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന വിവാദമാക്കേണ്ടെന്നാണ് UDF തീരുമാനം. അല്ല, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. എന്തിനാ പരാതി? പാലക്കാട്ടെ പെട്ടി വിവാദം തിരിച്ചടിയായതിന്റെ ഓർമ്മകൾ CPIM-നുമുണ്ട്. ഇക്കാര്യത്തിൽ പ്രതികരണങ്ങൾക്കപ്പുറം പോകാൻ CPIM-ഉമില്ല. ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. പരിശോധനയുടെ ഭാഗമായിട്ട് നിരവധി വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിലെന്താ ഇപ്പോൾ അത്ഭുതമുള്ളത്? മറച്ചു വെക്കാനുള്ളവർക്ക് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അമർഷവും പ്രതിഷേധവും രൂപപ്പെട്ടു വരാം. പരിശോധനയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ നീക്കമെന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആരോപിച്ചെങ്കിലും പ്രതിപക്ഷ നേതാവ് പ്രതികരണത്തിന് തയ്യാറായില്ല. അനാവശ്യ വിവാദങ്ങളിൽ അദ്ദേഹത്തിനും അതൃപ്തിയുണ്ട് എന്നാണ് സൂചന. 24
നിലമ്പൂർ. കോൺഗ്രസ് നേതാക്കളുടെ വാഹനം പരിശോധിച്ചത് സ്വാഭാവിക നടപടിയായി കാണുന്നില്ലെന്ന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. പരിശോധനകളിലൂടെ ഭയപ്പെടുത്താമെന്ന് കരുതേണ്ടെന്നും ആര്യാടൻ ഷൗക്കത്ത് 24-നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്തെ നാടകങ്ങളോട് പ്രതികരിക്കാനില്ല എന്നാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രതികരണം. പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രി എന്നായിരുന്നു PV അൻവറിന്റെ ആരോപണം. എല്ലാരെ പെട്ടി നിങ്ങൾ പരിശോധിച്ചോ? ഇനിയും പെട്ടി ഞങ്ങൾ തുറന്നിട്ട് തരാം നിങ്ങൾക്ക് പരിശോധിക്കാൻ. പക്ഷെ നിങ്ങൾ പെട്ടി പരിശോധിച്ചും ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ചും ഒന്നും നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുമെന്ന് ഇടതുപക്ഷം വിചാരിക്കേണ്ട. സ്വാഭാവിക പരിശോധനയാണെങ്കിൽ ഇവിടെ ഇടതുപക്ഷത്തിന്റെ 10-50 MLA-മാരും ഇവിടെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും ഇവരൊക്കെ ഇവിടെ നിലമ്പൂരുണ്ടല്ലോ. ആരുടെയെങ്കിലും പെട്ടി പരിശോധിച്ചായിട്ട് നിങ്ങൾ കണ്ടോ? അല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം നാടകങ്ങളുമായിട്ട് വരിക, ഭീഷണി ഉയർത്തുക, എന്നിട്ട് ഓരോ പ്രതീതി സൃഷ്ടിക്കുക, അതിൻ്റെയൊക്കെ ഒരു കാലം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി തിരഞ്ഞെടുപ്പ് സംബന്ധിയായ സാധാരണ പരിശോധനകളിൽ നിന്ന് UDF നേതാക്കന്മാരുടെ വാഹനങ്ങൾ ഒഴിവാക്കണം എന്നൊരു നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ഇതിനോടൊന്നും പ്രതികരിക്കാൻ ഞങ്ങളില്ല. ഇവർക്ക് വേറൊന്നും പറയാനും ചെയ്യാനും ഇല്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും നേതാക്കന്മാരുടെ പെട്ടി പരിശോധിച്ചാൽ അത് വലിയ വാർത്തയാവുമല്ലോ. മൂപ്പർക്ക് പെട്ടിയെ പറ്റി ഭയങ്കര ധാരണയാണ്. മനസ്സിലായോ? പെട്ടിയിലാണല്ലോ ഈ സാധനം ഇങ്ങനെ വരുന്നല്ലേ. പല ജാതി പെട്ടികളിലാണല്ലോ മരുമകനും മകൾക്കൊക്കെ സാധനം വരുന്നത്. അപ്പോൾ പെട്ടിയോടൊരു താല്പര്യം, പ്രത്യേകിച്ച് ഈ ട്രോളി ബാഗ് കാണുമ്പോൾ. കാരണം ഒരു 1.5 കോടി 2 കോടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ട്രോളിയിൽ ഇങ്ങനെ ഉരുട്ടി മുഖ്യമന്ത്രിൻ്റെ ഹൗസിലേക്കോ ഈ പറയുന്ന ഓഫീസിലേക്കൊന്നും വരാൻ ഒരു പ്രയാസമില്ല. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഉറക്കത്തിൽ നീക്കുമ്പോൾ പെട്ടിയെക്കുറിച്ച് ഓർമ്മ വരും. അതായിരിക്കും ആ പെട്ടി വിവാദം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും വാഹനം പരിശോധിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ട്രോളി ബാഗുമായി DCC ഓഫീസിൽ നിന്നും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്കാണ് പ്രതിഷേധ പ്രകടനം നടന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ തിരക്ക് പിടിച്ച പ്രചാരണത്തിലാണ് മുന്നണികൾ. മുഖ്യമന്ത്രി ഇന്ന് 2 പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. UDF-നായി പ്രിയങ്ക ഗാന്ധി നാളെ മണ്ഡലത്തിലെത്തും. വാഹന പ്രചാരണവുമായി സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും സജീവമാണ്. കലാശക്കൊട്ടന് കൃത്യം 4 നാൾ. കാടടച്ചുള്ള പ്രചാരണത്തിന് തിരശ്ശീല വീഴാൻ വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നെഞ്ചിടിപ്പിലാണ് സ്ഥാനാർത്ഥികളെല്ലാം. പഞ്ചായത്ത് പര്യടനങ്ങളും വാഹന പ്രചാരണ ജാഥകളുമായി കളം നിറയാനാണ് ശ്രമം. പരമാവധി വോട്ടർമാരെ വീടുകളിലെത്തിക്കണ്ട് വോട്ടുറപ്പിക്കാൻ നെട്ടോട്ടം. ഇന്നലെ മണ്ഡലത്തിലെത്തിയ മുഖ്യമന്ത്രി ഇന്ന് വഴിക്കടവിലും എടക്കരയിലും LDF തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കും. 2ാം ഘട്ട പഞ്ചായത്ത് പര്യടനത്തിനുള്ള LDF സ്ഥാനാർത്ഥി സ്വരാജ് ഇന്ന് മുത്തേടം പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. മുഖ്യമന്ത്രിക്ക് പുറമെ മറ്റു മന്ത്രിമാരും സ്വരാജിനായി രംഗത്തുണ്ട്. കേരളത്തിൽ നടപ്പാകുന്ന വികസന കാര്യങ്ങൾ, LDF ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, വൻകിട വികസന പദ്ധതികൾ, അത് ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം, ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾ വിലയിരുത്തണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ ഈ ഭരണ നടപടികൾ, അതിൻ്റെ ഭാഗമായി വന്ന മാറ്റം, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്തട്ടെ എന്നാണ് പറഞ്ഞത്. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിനായി വയനാട് MP പ്രിയങ്ക ഗാന്ധി നാളെ മണ്ഡലത്തിലെത്തും. മൂത്തേടത്തും നിലമ്പൂരിലും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. വയനാട് മണ്ഡലത്തിലെത്തിയ പ്രിയങ്ക ഗാന്ധി UDF വൻ വിജയം നേടുമെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. Well, we are fighting very well for the bypoll and we are very hopeful of a good victory in it. വഴിക്കടവ് ചുങ്കത്തറ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് ആര്യടൻ ഷൗക്കത്തിന്റെ പര്യടനം. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ വോട്ട് അഭ്യർത്ഥന മൂത്തേടം പഞ്ചായത്ത് കേന്ദ്രീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പരസ്യപ്രചാരണത്തിൽ സജീവമല്ലാതിരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ ഇന്ന് വൻ വാഹന പ്രചാരണത്തിനാണ് തുടക്കമിട്ടത്. വാഹന പ്രചാരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് PV അൻവർ നിർവഹിച്ചു. PV അൻവറിന് വോട്ട് അഭ്യർത്ഥിക്കാൻ തൃണമൂൽ MP യൂസുഫ് പത്താൻ നാളെ മണ്ഡലത്തിലെത്തും. ചുരുങ്ങിയ ദിവസം മാത്രം ബാക്കി നിൽക്കെ എണ്ണയിട്ട യന്ത്രം പോലെ സംവിധാനങ്ങളെ ആകെ ചലിപ്പിച്ച് വോട്ടർമാരിലേക്ക് എത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാം. ടീം 24 നിലമ്പൂർ. മുസ്ലിം ലീഗ് പോഷക സംഘടനയുടെ പരിപാടിയിൽ PV അൻവറിന് ക്ഷണം. ഗ്ലോബൽ KMCC തിരുവമ്പാടിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് PV അൻവറും ലീഗ് സംസ്ഥാന സെക്രട്ടറി ചെറിയ മുഹമ്മദും പങ്കെടുക്കുന്നത്. PV അൻവറിനൊപ്പം മുസ്ലിം ലീഗ് നേതാക്കളെയും ഉൾപ്പെടുത്തി മണ്ഡലത്തിൽ KMCC പരസ്യ ബോർഡുകളും സ്ഥാപിച്ചു. അതേസമയം പരിപാടിയെ തള്ളി മുസ്ലിം ലീഗ് നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട്. തിരുവമ്പാടി പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് പോഷക സംഘടനയായ KMCC ആണ് അൻവറിനെയും ലീഗ് നേതാക്കളെയും ഉൾപ്പെടുത്തി കുടുംബയോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്.
ഗ്ലോബൽ KMCCയുടെ യോഗത്തിൽ PV അൻവറിനെ മുഖ്യാതിഥിയാക്കിയാണ് പരിപാടി. നാളെ വൈകിട്ട് 5 മണിവരെ നടക്കുന്ന കുടുംബസംഗമത്തിൽ ലീഗ് സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുമെന്നാണ് പരസ്യ ബോർഡുകളിൽ പറയുന്നത്. പരിപാടിയിൽ ലീഗ് സംസ്ഥാന സെക്രട്ടറി ചെറിയ മുഹമ്മദും മുഖ്യാതിഥിയാണ്. ഇരുവരുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് പരസ്യ ബോർഡുകൾ ഉയർന്നിരിക്കുന്നത്. നിലമ്പൂരിൽ UDF പ്രചരണത്തിന്റെ ചുമതലയുള്ള നേതാവാണ് ചെറിയ മുഹമ്മദ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ചുമതലയും ലീഗിൽ ചെറിയ മുഹമ്മദിനാണ്. ചെറിയ മുഹമ്മദിനെ കൂടാതെ ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ബാബു, മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി VK ഹുസൈൻകുട്ടി തുടങ്ങിയ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് പരസ്യ ബോർഡിലുള്ളത്. അതേസമയം പരിപാടിയുമായി ബന്ധമില്ലെന്ന് വ്യക്തമാക്കി മുസ്ലിം ലീഗ് തിരുവമ്പാടി മണ്ഡലം പ്രസിഡന്റ് രംഗത്തെത്തി. മുസ്ലിം ലീഗ് നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്നും CK കാസിം വ്യക്തമാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോഴാണ് മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ KMCC PV അൻവറിനെ പങ്കെടുപ്പിച്ച് പരിപാടി സംഘടിപ്പിക്കുന്നത്. UDF നേതൃത്വവും കോൺഗ്രസും PV അൻവറിനെ തള്ളിപ്പറയുമ്പോഴും PV അൻവറും മുസ്ലിം ലീഗും തമ്മിലുള്ള അന്തർധാര സജീവമാണെന്ന സംശയമാണ് ഉയരുന്നത്. ക്യാമറ പേഴ്സൺ അബിത്തിനൊപ്പം റാഫി കരീം, 24 നിലമ്പൂർ. അഴീക്കൽ പുറംകടലിൽ തീപിടിച്ച വാൻഹായ് 503 ചരക്ക് കപ്പലിനെ ഉൾക്കടലിലേക്ക് കെട്ടിവലിച്ചു കൊണ്ടുപോയി. വാടകയെ ചൊല്ലി വാൻഹായ് കപ്പലുടമകളും ടോഗിംഗ് കപ്പലുടമകളും തമ്മിൽ തർക്കമുണ്ടായതോടെ ദൗത്യത്തിൽ നാവികസേന നേരിട്ടിടപെടുകയായിരുന്നു. കൊച്ചി തീരത്ത് നിന്ന് 35 നോട്ടിക്കൽ മൈൽ അകലേക്കാണ് കപ്പലിനെ ഇപ്പോൾ വലിച്ചുകൊണ്ടുപോയത്. അറബിക്കടലിൽ തീപിടിച്ച ചരക്ക് കപ്പൽ വാൻഹായ് 503 നേവിയുടെ നേതൃത്വത്തിൽ 37 നോട്ടിക്കൽ മൈൽ ദൂരത്തേക്ക് കെട്ടിവലിച്ചുകൊണ്ടുപോയത്. തീപിടിച്ച കപ്പലിനെ നിയന്ത്രിക്കാൻ കമ്പനി ഉടമകൾ ഏർപ്പെടുത്തിയ ടോയിങ് കപ്പലുമായി വാടകയെ ചൊല്ലിയുള്ള തർക്കമുണ്ടായിരുന്നു. ഇതോടെ നിയന്ത്രണം വിട്ട കപ്പൽ കൊച്ചി തീരത്ത് നിന്ന് 27 നോട്ടിക്കൽ മൈൽ അടുത്ത് വരെ എത്തി. തീരത്തിന് ഭീഷണിയുണ്ടായതോടെയാണ് നാവികസേന അടിയന്തരമായി ഇടപെട്ടത്. INS ശാരദയുടെ നേതൃത്വത്തിൽ നാവികസേന കൊച്ചിയിൽ നിന്നും കൊണ്ടുവന്ന ടോയിങ് ഷിപ്പ് ഉപയോഗിച്ച് കപ്പലിനെ നിയന്ത്രണത്തിലാക്കി. തുടർന്ന് നേവി ഹെലികോപ്റ്ററിൽ വിദഗ്ധരെ കപ്പലിലേക്ക് ഇറക്കി. വാൻഹായ് കപ്പലിലേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകരെ എത്തിച്ച ദൃശ്യങ്ങൾ 24 ലഭിച്ചു. നിലവിൽ 35 നോട്ടിക്കൽ മൈൽ ദൂരത്തേക്ക് കപ്പലിനെ കൊണ്ടുപോയതായി നേവി വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയിലും 1.5 നോട്ട്സ് വേഗതയിലാണ് കപ്പലിനെ തീരത്ത് നിന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓഫ് ഷോർ വാരിയർ എന്ന ടഗ് കപ്പൽ ഉപയോഗിച്ചാണ് നാവികസേനയുടെ പ്രവർത്തനങ്ങൾ. നിയന്ത്രണം വിട്ട കപ്പൽ 2.78 കിലോമീറ്റർ വേഗത്തിലായിരുന്നു ഒഴുകിയിരുന്നത്. അന്താരാഷ്ട്ര കപ്പൽച്ചാലിന് പുറത്തുകൂടി കപ്പലിനെ കെട്ടിവലിച്ച് മാംഗ്ലൂരിലെത്തിക്കുകയാണ് പുതിയ ദൗത്യം. S. ശ്യാംകുമാർ, 24 കൊച്ചി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ വിവാദ ശബ്ദരേഖയിൽ ഖേദപ്രകടനവുമായി CPI നേതാക്കൾ. സംസ്ഥാന നിർവാഹക സമിതി അംഗം കമലാ സദാനന്ദനും എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരനും ഫോണിലൂടെ ബിനോയ് വിശ്വത്തോട് ഖേദപ്രകടനം നടത്തി. വിവാദ ഫോൺ സംഭാഷണത്തിൽ പാർട്ടി വിശദീകരണം തേടിയ സാഹചര്യത്തിലാണ് ഇരു നേതാക്കളുടെയും ഈ നടപടി. എന്നാൽ ഖേദപ്രകടനം ബിനോയ് വിശ്വം സ്വീകരിച്ചില്ല എന്നാണ് സൂചന. ബിനോയ് വിശ്വത്തിന് പകരം പുതിയ സെക്രട്ടറി വരണമെന്ന് സൂചിപ്പിച്ച് കമലാ സദാനന്ദനും KM ദിനകരനും തമ്മിൽ നടന്ന സംഭാഷണമാണ് പുറത്തായത്. ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കാനിരിക്കെ പുറത്തു വന്ന ഫോൺ സംഭാഷണത്തെ ഗൗരവത്തിലാണ് നേതൃത്വം കാണുന്നത്. ശക്തമായ നടപടി വേണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരവും. വിഷയത്തിൽ കമലാ സദാനന്ദനോടും KM ദിനകരനോടും പാർട്ടി വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. സംഭവത്തെപ്പറ്റി വിശദമായി അന്വേഷിക്കാൻ സംസ്ഥാന നേതാക്കളെ ഉടൻ ചുമതലപ്പെടുത്തുമെന്നാണ് വിവരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെയാകും അന്വേഷണത്തിനുള്ള നേതാക്കളെ നിശ്ചയിക്കുക. അന്വേഷണ ശേഷം ബന്ധപ്പെട്ടവർക്കെതിരെ കർശന നടപടിയും ഉണ്ടാകും. ശബ്ദ സംഭാഷണം പാർട്ടിയിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ടെങ്കിലും ഇതേക്കുറിച്ച് അറിയില്ലെന്നാണ് കമലയുടെയും ദിനകരന്റെയും നിലപാട്. വിഷയത്തിൽ തന്റെ നിലപാട് ആവർത്തിക്കുകയാണ് ബിനോയ് വിശ്വം. ഒറ്റ അക്ഷരം പറയാൻ ബാക്കിയില്ല. ഒരിക്കലും ഞാൻ അറിയുന്ന ദിനകരനോ അറിയുന്ന കമലയോ അങ്ങനെ പറയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമുണ്ട്, കമ്മ്യൂണിസ്റ്റ് ജനബന്ധങ്ങളുണ്ട്. അതിനകത്ത് അടിയന്തരമായ പറയുന്ന വാക്കാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം, കമ്മ്യൂണിസ്റ്റ് ജനപ്രവർത്തനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ബന്ധങ്ങൾ. അതിൻ്റെ പാർട്ടിയാണ് CPI. വിവാദങ്ങൾക്കിടെ ബിനോയ് വിശ്വവും KM ദിനകരനും വേദി പങ്കിട്ടു. CPI എറണാകുളം മണ്ഡലം സമ്മേളനത്തിലാണ് ഇരുവരും എത്തിയത്. നേതാക്കളുടെ ഫോൺ സംഭാഷണം വിഭാഗീയതയുടെ ഭാഗമായി ചിലർ ആസൂത്രിതമായി പുറത്തുവിട്ടതാണെന്ന് അഭിപ്രായപ്പെടുന്നവരും പാർട്ടിയിലുണ്ട്. ബിനോയ് വിശ്വത്തെ അതിരൂക്ഷമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ശബ്ദരേഖയാണ് സമ്മേളന കാലത്ത് തന്നെ പുറത്തു വന്നത്. 24 കൊച്ചി, തിരുവനന്തപുരം.
എന്നാൽ ശബ്ദരേഖ വിവാദവുമായി ബന്ധപ്പെട്ട് താൻ ഒരു ഖേദപ്രകടനവും നടത്തിയിട്ടില്ല എന്ന് CPI നേതാവ് കമലാ സദാനന്ദൻ പിന്നീട് പറഞ്ഞു. എല്ലാം പാർട്ടി പറയുമെന്നും കമലാ സദാനന്ദൻ പ്രതികരിച്ചു. അതൊക്കെ പാർട്ടി പറയും. പച്ചട്ടി പറഞ്ഞിട്ടുണ്ട്. ഖേദപ്രകടനം നടത്തിയത് ഖേദപ്രകടനം നടത്തിയില്ല ഒരാളോട്. ഇല്ല. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്നു. ആക്റ്റീവ് കേസുകളുടെ എണ്ണം 7400 കോവിഡ് ബാധിച്ച് 9 മരണവും റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 3 എണ്ണം കേരളത്തിലാണ്. രാജ്യത്തെ കോവിഡ് ആക്റ്റീവ് കേസുകളുടെ എണ്ണം 7400 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് 269 കേസുകളുടെ വർധനയാണ് രേഖപ്പെടുത്തിയത്. ഒറ്റ ദിവസം കൊണ്ട് 9 കോവിഡ് മരണവും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു. ഇതിൽ കേരളത്തിൽ 3 മരണവും മഹാരാഷ്ട്രയിൽ 4 മരണവും രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ഓരോ മരണം വീതവുമാണ് റിപ്പോർട്ട് ചെയ്തത്. മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധ മൂലം മരിച്ചവരിൽ 34 വയസ്സുള്ള യുവാവുമുണ്ട്. കേരളത്തിലും ആക്റ്റീവ് കേസുകളിൽ കുറവില്ല. നിലവിൽ സംസ്ഥാനത്ത് 2109 ആക്റ്റീവ് കേസുകളാണുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 54 കേസുകളുടെ വർധനയാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. ഗുജറാത്തിലും കോവിഡ് കേസുകൾ 2000-ലേക്ക് അടുക്കുകയാണ്. ഗുജറാത്തിലും കേരളത്തിലുമാണ് കൂടുതൽ ആക്റ്റീവ് കേസുകളുള്ളത്. വ്യാപന സാഹചര്യം സൂക്ഷ്മമായി ആരോഗ്യ മന്ത്രാലയം നിരീക്ഷിച്ചു വരികയാണ്. 24 ഡൽഹി. കാലവർഷത്തിന് പിന്നാലെ എറണാകുളം ജില്ലയിൽ ഡെങ്കിപ്പനിയും എലിപ്പനിയും കൂടുന്നു. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ 33 പേർക്ക് ഡെങ്കിപ്പനിയും 6 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. ജില്ലയിൽ എലിപ്പനി ബാധിച്ച് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 6 ദിവസത്തിനിടെ ഡെങ്കിപ്പനി സംശയിക്കുന്ന 196 കേസുകളാണ് ആശുപത്രിയിലെത്തിയത്. ഇതിൽ 33 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ജില്ലയിൽ 6 പേർക്കാണ് എലിപ്പനി സ്ഥിരീകരിച്ചത്. ആലുവയിൽ എലിപ്പനി സ്ഥിരീകരിച്ചയാൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. എറണാകുളം ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ 6 ദിവസത്തിനുള്ളിൽ പനി ലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത് 3346 പേരാണ്. കാലാവസ്ഥയിൽ വന്ന മാറ്റം പനിബാധിതരുടെ എണ്ണം കൂട്ടുന്നുവെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. എറണാകുളം ജില്ലയുടെ പശ്ചിമ മേഖലയിൽ മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടക്കാത്തതാണ് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം കൂടിയതെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. പല മേഖലകളിലും തോടുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊതുകുകൾക്ക് വളരാനുള്ള അവസരമുണ്ടാക്കിയെന്നും ആരോഗ്യവകുപ്പ് കുറ്റപ്പെടുത്തുന്നുണ്ട്. 24 കൊച്ചി. തൃശൂർ മുപ്ലിയത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് മ്ലാവിറച്ചി അല്ലെന്ന് തെളിഞ്ഞു. പോത്തിറച്ചി എന്നാണ് പരിശോധനാ ഫലം. മ്ലാവിറച്ചി വാങ്ങിയെന്നാരോപിച്ച് ചാലക്കുടിയിലെ ചുമട്ടുതൊഴിലാളി സുജീഷും ജോബിയും 35 ദിവസമാണ് ജയിലിൽ കിടന്നത്. പ്രതികൾക്ക് ഹൈക്കോടതിയാണ് പിന്നീട് ജാമ്യം അനുവദിച്ചത്. ഇറച്ചിയുടെ പരിപാടി എനിക്ക് ഇല്ല. മുന്നേ കസാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് എവിടേക്കോ ടൂർ പോയിട്ട് വരുന്ന ടൈമിൽ എന്നെ വിളിച്ചതാണ്. കുറച്ച് ഇറച്ചി വേണമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളത് ഫ്രീസറിലാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് പിടിച്ചതാന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് 40 ദിവസം ഞാൻ ജയിലിൽ കിടന്നു. ഇന്ന് വരെ എന്നെ പണിക്ക് ഇതുവരെ കയറ്റിയിട്ടില്ല. ഇപ്പോൾ 10 മാസമായി. എൻ്റെ വീട്ടിൽ എങ്ങനെയാ എന്താന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ കരഞ്ഞും കാല് പിടിച്ചു നോക്കി. പരിശോധനയുടെ റിസൾട്ട് ഇന്നാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് ഞാനത് യൂണിയൻ്റെ ഭാരവാഹികൾക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ, അത് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഈ ഒരു കേസിൻ്റെ പേരിൽ ഇതൊരു കള്ളക്കേസാക്കി ഞങ്ങളെ കുടുക്കി എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കി എന്ന് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർക്ക് എന്തോ മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണെന്ന് അവർ പ്രവർത്തിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് കേസെടുക്കുകയും അദ്ദേഹം റിമാൻഡിൽ പോവുകയും ഹൈക്കോടതി ജാമ്യം അനുവദിച്ച് അദ്ദേഹം റിലീസ് ചെയ്യുകയും ചെയ്തു. ഫോറൻസിക് സയൻസ് ലാബിലേക്ക് ഇതിൻ്റെ റിപ്പോർട്ടിന് വേണ്ടി ഫോർവേഡ് ചെയ്തിരുന്നു. ഇത് സാമ്പാർ ഡിയർ അല്ല, നേരെ മറിച്ച് കാറ്റിലാണെന്നുള്ള കാര്യം നമ്മൾ ഈ റിപ്പോർട്ട് കൊണ്ട് കാണുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹം ഇതിലെ കേസിലെ പ്രതികളായിട്ടുള്ള ആളുകൾ, വിക്റ്റിമായിട്ടുള്ള ആളുകൾ ഇതിനെതിരെ ഹൈക്കോടതിയിൽ OR കോഷ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഡാമേജിന് ഇതിൽ കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കെതിരെയും നഷ്ടപരിഹാരവും മറ്റു കാര്യങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന ശ്രമത്തിലാണ്, അതിൻ്റെ ഒരുക്കത്തിലാണ്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയ രോഗി മരിച്ച സംഭവത്തിൽ മൃതദേഹം ഏറ്റെടുക്കാതെ ബന്ധുക്കൾ. ഡോക്ടേഴ്സിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ബന്ധുക്കൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധിക്കുകയാണ്. YS അഭിനന്ദ് വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന്. അഭിനന്ദ്, ഇക്കാര്യത്തിൽ എന്താണ് ആശുപത്രിയുടെ വിശദീകരണം?
വിജയകുമാർ കഴിഞ്ഞ ദിവസമാണ് ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് പ്രവേശിപ്പിച്ച് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ചാലക്കുടി സ്വദേശിയായിട്ടുള്ള സിജീഷ് മരിക്കുന്നത്. അനസ്തേഷ്യയിലുള്ള അപാകതയാണ് ഇത്തരത്തിലേക്ക് സംഭവം എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അനസ്തേഷ്യ ആദ്യഘട്ടത്തിൽ നൽകുകയും ആദ്യം ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തന്നെ ഹൃദയാഘാതം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ചെയ്തു. അവിടെ വെച്ച് രണ്ടാമതും ഹൃദയാഘാതം ഉണ്ടാവുകയും പിന്നീട് മരിക്കുകയും ചെയ്യുകയായിരുന്നു. ഇക്കാര്യത്തിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിക്ക് ഗുരുതരമായ അനാസ്ഥ സംഭവിച്ചുവെന്ന് ഇന്നലെ തന്നെ ബന്ധുക്കൾ വ്യക്തമാക്കിയിരുന്നു. ചാലക്കുടി വെള്ളിക്കുടങ്ങര പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ആരംഭിച്ചിരുന്നു. ഇന്നും ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടി തൃശൂർ മെഡിക്കൽ കോളേജ് അധികൃതർ സ്വീകരിച്ചു. പക്ഷേ ഇപ്പോഴും അവർ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ തൃശൂരിലെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഒപ്പം തന്നെ പട്ടികജാതി പട്ടിക വികസന കമ്മീഷൻ അംഗവുമായിട്ടുള്ള കെ ബാബു നേരത്തെ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത് DMOയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ അന്വേഷണത്തിന് വിധേയമാക്കുമെന്നാണ് അല്പസമയം അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ഈ ബന്ധുക്കൾ, ധാരാളം ബന്ധുക്കളൊപ്പം തന്നെ നാട്ടുകാർ ഉള്ള ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും അവരുടെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്കൊന്ന് നോക്കാം. യെസ്, ഈ ദൃശ്യങ്ങൾ ഇത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അവിടെ ബന്ധുക്കൾ പ്രതിഷേധിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം കിട്ടിയിട്ടില്ല. തൃപ്തികരമായ വിശദീകരണം കിട്ടുന്നത് വരെ പ്രതിഷേധം തുടരും എന്നാണ് അവരൊക്കെ അറിയിച്ചിരിക്കുന്നത്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ഇടുക്കി പീരുമേട്ടിലെ ആദിവാസി വീട്ടമ്മയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. കാട്ടാന ആക്രമണത്തിലല്ല സീത കൊല്ലപ്പെട്ടത് എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സീതയുടെ ഭർത്താവ് ബിനു പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഇന്നലെയാണല്ലോ ഈ സംഭവം. ഇന്നലെ ഈ ഭർത്താവ് ബിനു മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ ഭാര്യ സീതയെ ആന ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ മുന്നിൽ കയറി നിന്നു, പക്ഷെ അപ്പോഴേക്കും സീതയെ ആന ആക്രമിച്ചു എന്നൊക്കെ. അതൊരു കൊലപാതകമെന്നാണോ ഇപ്പോൾ വരുന്ന വിവരം? എന്താണ് സംഭവിച്ചത് രാഹുൽ? ഈ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് നിലവിൽ ഇത് കൊലപാതകമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പോലീസാണ് ഇതിൽ ഒരു വിശദീകരണം നൽകുകയും ചെയ്യേണ്ടത്. എന്തായാലും ഈ സീതയുടെ ഭർത്താവ് ബിനു പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഉച്ചയ്ക്കാണ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ വനത്തിൽ പോയ സീതയെ കാട്ടാനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്ന തരത്തിലുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഭർത്താവ് ബിനുവിന്റെ പ്രതികരണവും വന്നിരുന്നു. കാട്ടാന ആക്രമിക്കുകയായിരുന്നു, ഒറ്റയാനാണ് ആക്രമിച്ചത്. പിന്നീട് സീതയെ തലചുമടായി പുറത്തേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റി പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു ഈ ബിനു പറയുകയും ചെയ്തിരുന്നത്. എന്നാൽ പോലീസിന് ഇൻക്വസ്റ്റ് നടപടികളിൽ തന്നെ സംശയമുണ്ടായിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറാണ് ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോഴെന്തായാലും നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഈ സീതയുടെ തലയ്ക്ക് പലതവണ അടിയേറ്റതിന്റെ പാടുണ്ട്. പരുക്കൻ പ്രതലത്തിലാണ് ഈ തല ഇടിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല വലത് ഭാഗത്തും ഇടത് ഭാഗത്തും സമാനമായ രീതിയിൽ തന്നെ അടിയേറ്റിട്ടുണ്ട്. നാഭിക്ക് ചവിട്ടേറ്റിട്ടുണ്ട്. അങ്ങനെ കൊലപാതക ശ്രമം നടന്നതിന്റെ അല്ലെങ്കിൽ അത്തരത്തിൽ ക്രൂരമായ മർദ്ദനം നടന്നതിന്റെ എല്ലാ തരത്തിലുള്ള ലക്ഷണങ്ങളും ഈ പോസ്റ്റ്മോർട്ടത്തിൽ സീതയുടെ ശരീരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് പോവുകയും ചെയ്തത്. രാഹുൽ, ഈ ഭർത്താവ് ബിനു പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ? ഒരു കാട്ടിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അയാളല്ലാതെ മറ്റാരും ആ സമയത്ത് അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. അയാൾ എന്തെങ്കിലും പോലീസിനോട് പറയുന്നുണ്ടോ? ഇപ്പോഴും ഈ കാട്ടാന ആക്രമണത്തിൽ ആണ് ഈ സീതയുടെ മരണം സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഈ ബിനു. രാവിലെ ഈ പോലീസിന്റെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ഈ ബിനുവിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ബിനുവിനോട് ചോദിക്കുമ്പോഴൊക്കെ ഇത് കാട്ടാന ആക്രമണത്തിൽ പറ്റിയതാണ്, അതിനപ്പുറത്തേക്ക് കാട്ടാന തന്നെയും ആക്രമിച്ചു, തനിക്കും പരിക്കുണ്ട്, വാരിയലിനുൾപ്പെടെ വേദനയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ബിനു പറയുകയും ചെയ്തതാണ്. അതിന് പിന്നാലെ ഇന്നലെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പോയി വിശദമായിട്ടുള്ള പരിശോധന നടത്തി. അവിടെ എത്തിയപ്പോൾ പക്ഷേ ഡോക്ടർമാർ പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള കാട്ടാന ആക്രമണം നേരിട്ടതിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ട, ഡിസ്ചാർജ് ചെയ്ത് ബിനുവിനോട് പൊക്കോളാണ് പറയുക ചെയ്തത്. എന്തായാലും ഇന്ന് രാവിലെയും ഈ പോലീസ് സംഘം ബിനുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചറിയുന്ന സമയത്ത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഈ കൊലപാതകമല്ല, ഇത് കാട്ടാന ആക്രമണം തന്നെയാണ് എന്നുള്ള ഉറച്ച ഇതിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഈ ബിനു ഉണ്ടായിരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഭാവമാറ്റമോ അല്ലെങ്കിൽ കൊലപാതകം നടത്തിയതിന്റെ ലക്ഷണങ്ങളോ ഒന്നും തന്നെ ബിനുവിന്റെ മുഖത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നത്.
യെസ്, എന്തായാലും സീതയുടെ ഭർത്താവ് ബിനു പോലീസ് കസ്റ്റഡിയിലാണ്. കാട്ടാന ആക്രമണമെന്ന് അയാൾ ഇങ്ങനെ തുടർച്ചയായി മൊഴി നൽകുന്നുണ്ട്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെയല്ല. ഒരു കൊലപാതകം എന്ന മട്ടിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത്. പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. ബിനുവിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. കൊല്ലത്ത് പുതിയ മൈജി ഫ്യൂച്ചർ ഷോറൂമിന്റെ ഉദ്ഘാടനം നടൻ ആസിഫ് അലി നിർവഹിച്ചു. പള്ളിമുക്ക് വടക്കേവിളയിൽ ദമാം ബിൽഡിംഗിലാണ് അതിവിശാലമായ ഷോറൂം. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി പ്രൊഡക്ട്സ് എന്നിവ ഈ ഫ്യൂച്ചർ ഷോറൂമിൽ ലഭിക്കും. ഫ്യൂച്ചർ ഷോറൂമിൽ ഏറ്റവും മികച്ച ഓഫറുകളും ഏറ്റവും വലിയ വിലക്കുറവുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന ദിനത്തിൽ ലാഭം ഈടാക്കാതെയുള്ള വിൽപ്പനയാണ് മൈജി കൊല്ലത്തിന് നൽകിയത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ വിലക്കുറവ്, ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് വമ്പൻ ഭാഗ്യസമ്മാനങ്ങൾ, സർപ്രൈസ് സമ്മാനങ്ങൾ എന്നിവ ഒരുക്കി മൈജിയുടെ ബോൾ ഗെയിം ഉണ്ടായിരുന്നു. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.